അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും ചൂട് പിടിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ എതിരാളികളെ കടന്നാക്രമിക്കുന്ന വളരെ ശക്തനായ ഒരു ട്രംപിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പുറത്തുവരുന്ന ദൃശ്യങ്ങൾ മറ്റൊരു കഥയാണ് നമ്മളോട് പറയുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച ഫ്ലോറിഡയിൽ എയർഫോഴ്സ് വണ്ണിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രസിഡന്റ് അതീവ ജാഗ്രതയോടെയാണ് ഈ പടവുകൾ ഇറങ്ങുന്നത്. എന്നിട്ട് ഇടയ്ക്ക് ബാലൻസ് നിലനിർത്താൻ പ്രയാസപ്പെടുന്നതുമായ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുതിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. 79 വയസ്സിലെത്തിയ ട്രംപിന്റെ ശാരീരിക ക്ഷമതയെക്കുറിച്ച് വലിയൊരു ചോദ്യചിഹ്നമാണ് ഇതോടെ ഉയർന്നിരിക്കുന്നത്. ഇത് വെറും ഒരു അശ്രദ്ധയാണോ അതോ വാർദ്ധക്യ സജ്ജമായ ഒരു വലിയ ആരോഗ്യ വെല്ലുവിളിയുടെ സൂചനയാണോ എന്നുള്ളതാണ് ചോദ്യം. വൈറ്റ് ഹൗസ് ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് നമുക്ക് പരിശോധിക്കാം. എയർഫോഴ്സ് വണ്ണിലെ ആ ഒരു പതർച്ച മാത്രമല്ല ഇപ്പോൾ ചർച്ചയാകുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഒഫീഷ്യൽ മീറ്റിംഗിനിടെ കസേരയിൽ ഇരിക്കാൻ അദ്ദേഹം വല്ലാതെ കഷ്ടപ്പെടുന്നതും മേശയിൽ ഇരു കൈകളും അമർത്തിപ്പിടിച്ച് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതും ക്യാമറകൾ പകർത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിമാനത്തിന്റെ പടവുകളിലെ ആ ഒരു വിറയൽ വരുന്നത്. പലപ്പോഴും നടത്തത്തിൽ ബാലൻസ് ലഭിക്കാതെ ട്രംപ് പതറുന്നത് നമ്മൾ കാണുന്നുണ്ട്. താൻ ഒരു അതിബുദ്ധിമാനായ പ്രതിഭയാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ട്രംപിന് ശാരീരികമായി പഴയ ആ ഒരു കരുത്തില്ല എന്ന ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. വൈറ്റ് ഹൗസ് ഡോക്ടർമാർ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് ആവർത്തിക്കുമ്പോഴും പുറത്തു വരുന്ന വിഷ്വൽസ് വോട്ടർമാർക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഒരു മെഡിക്കൽ വശം പരിശോധിക്കാം. പ്രായമായവരിൽ ബാലൻസ് നഷ്ടപ്പെടുന്നതിന് പല കാരണങ്ങളാണുള്ളത്. ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്ന ചില കാരണങ്ങൾ ഇനി പറയുന്നവയാണ്. ഒന്ന്, ഇന്നർ ഇയറിന്റെ ഇഷ്യൂസ് ആണ്. അതായത് ശരീരത്തിന്റെ ബാലൻസ്, സന്തുലിതാവസ്ഥ നിയന്ത്രിക്കുന്ന ആന്തരിക കർണത്തിലെ പ്രശ്നങ്ങൾ തലകറക്കത്തിനും അതുപോലെ തളർച്ചയ്ക്കും ബാലൻസ് പോകുന്നതിനും കാരണമാകാം. ഇനി രണ്ടാമത്തേത് കാർഡിയോവാസ്കുലർ സൈൻസ് ആണ്. അതായത് ട്രംപിന്റെ കാലിലെ നീരും കൈകളിലെ നീലിച്ച പാടുകളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊരു ചർച്ചയുമായിരുന്നു. അപ്പോൾ ഇത് ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെയോ രക്തചംക്രമണ പ്രശ്നങ്ങളുടെ, അതായത് ബ്ലഡ് സർക്കുലേഷൻ ഇഷ്യൂസിന്റെയോ ലക്ഷണമാകാൻ സാധ്യതയുണ്ട് എന്ന് ചില വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മൂന്നാമത്തേത് ഫെറ്റീഗ് ആൻഡ് ഡീഹൈഡ്രേഷൻ. അതായത് 79 വയസ്സിൽ അമേരിക്കയെ പോലൊരു വൻ ശക്തിയെ നയിക്കുന്നതിന്റെ സമ്മർദ്ദം, പ്രഷറും ക്ഷീണവും ശാരീരിക തളർച്ചയും ഉണ്ടാക്കാം. ഇനി ഇതൊന്നും കൂടാതെ അദ്ദേഹം സ്ഥിരമായി 325 മില്ലിഗ്രാം ആസ്പിരിൻ കഴിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ അദ്ദേഹത്തിന്റെ ഹൃദയാരോഗ്യത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ബലപ്പെടുത്തിയിട്ടുണ്ട്. ശാരീരിക ക്ഷമത പോലെ തന്നെ ഗൗരവകരമാണ് അദ്ദേഹത്തിന്റെ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ചർച്ചകളും. ഔദ്യോഗിക യോഗങ്ങൾക്കിടയിൽ അദ്ദേഹം അറിയാതെ ഉറങ്ങിപ്പോകുന്നുവെന്നും ആളുകളുടെ പേര് മാറി വിളിക്കുന്നുവെന്നുമുള്ള വാർത്തകൾ BBC-യും ടൈംസ് ഓഫ് ഇന്ത്യയും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡെമെൻഷ്യ, അതായത് മറവി രോഗത്തിന്റെ പശ്ചാത്തലം അദ്ദേഹത്തിന്റെ കുടുംബ ചരിത്രത്തിലുണ്ട് എന്ന ആക്ഷേപങ്ങൾ എതിരാളികൾ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. ഇനി ഈ ഒരു സാഹചര്യത്തിലാണ് വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ റോളിനെ കുറിച്ച് ചർച്ചകൾ സജീവമാകുന്നത്. ട്രംപിന് എന്തെങ്കിലും സംഭവിച്ചാൽ അധികാരം ആര് ഏറ്റെടുക്കും? വാൻസ് ഇതിനായി തയ്യാറാണോ? അമേരിക്കൻ വോട്ടർമാർക്കിടയിൽ ഈ ഒരു ചോദ്യം ഇപ്പോൾ വളരെ പ്രധാനമാണ്. ശരിക്കും ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ ആരോഗ്യം എന്നത് കേവലം ഒരു വ്യക്തിപരമായ പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യമല്ല. അത് രാജ്യത്തിന്റെ സെക്യൂരിറ്റി, സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ഇറാനുമായുള്ള യുദ്ധ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന 2026 പ്രസിഡന്റിന്റെ തീരുമാനങ്ങൾ ലോകത്തിന്റെ ഭാവിയെ തന്നെ ബാധിക്കും. ഭരണാധികാരികളുടെ മെഡിക്കൽ ട്രാൻസ്പെറൻസി, അതായത് ആരോഗ്യ സുതാര്യത ജനങ്ങളുടെ അവകാശമാണ്. ട്രംപിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള സത്യങ്ങൾ വൈറ്റ് ഹൗസ് മറച്ചുവെക്കാൻ ശ്രമിച്ചാൽ അത് വലിയ അഭ്യൂഹങ്ങൾക്കും അതുപോലെ പരിഭ്രാന്തിക്കും മാത്രമേ വഴിതെളിക്കൂ. ആധുനിക വൈദ്യശാസ്ത്രത്തിന് വാർദ്ധക്യത്തിന്റെ പരിമിതികളെ മാറ്റാൻ കഴിയില്ല എന്ന സത്യം വൈറ്റ് ഹൗസും ട്രംപ് അനുകൂലികളും എന്നാണോ തിരിച്ചറിയുക? ഏതായാലും എയർഫോഴ്സ് വണ്ണിന്റെ പടവുകളിൽ ട്രംപിന് സംഭവിച്ച ആ ഒരു പതർച്ച വെറും ഒരു നിമിഷത്തെ അശ്രദ്ധയല്ല എന്നുറപ്പാണ്. അത് പ്രായമാകുന്ന ഒരു ശരീരത്തിന്റെ സ്വാഭാവികമായ വെളിപ്പാടുകളാണ്. വരാനിരിക്കുന്ന മാസങ്ങളിൽ ട്രംപിന്റെ ശാരീരിക ക്ഷമത എങ്ങനെയായിരിക്കുമെന്നത് അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ ഗതിയെ മാറ്റിയേക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.